അതുപോലെ എൻ്റെ അമ്മ പാടത്ത് പണിയെടുക്കുന്നതിന് 16 വയസ്സ് മുതൽ ഞാൻ ഈ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. നമ്മുടെ ഒരു കാര്യം ഈ കമ്മ്യൂണിസ്റ്റുകാർ ഇന്ന് വരെ ചെയ്തു തന്നിട്ടില്ല. നമ്മൊരു കാര്യം എന്ന് പറയുമ്പോൾ അവിടെ ചെല്ലും, ആ പാർട്ടിക്കാരുടെ അടുത്ത് തല്ലി, ഈ പാർട്ടിക്കാരുടെ അടുത്ത് തല്ലി. അത് ശരിയല്ലല്ലോ. ഇനി തുടർഭരണം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഒരിക്കലും ഉണ്ടാവില്ല. 100 സീറ്റിന് മുകളിൽ നോക്കിയാൽ ആര് വരണം എന്നാണ് ആഗ്രഹം? ഗഫൂർ വരണം എന്നാണ്. ഗഫൂർ ജയിക്കണം എന്നാണ്. കാലകാലങ്ങളിൽ ബംഗാളിൽ 32 വർഷം ഭരിച്ചിട്ട് അവിടെ ഒന്ന് പാർട്ടിക്ക് ഒരു പൊടി കിട്ടാൻ പോലും ആളില്ലാത്ത കണ്ടീഷനായി. തെരഞ്ഞെടുപ്പിനെ പറ്റി എന്താ പറയുന്നത്? തെരഞ്ഞെടുപ്പിനെ കുറിച്ച് എന്താണ് പറയാ, ആര് പിടിക്കുന്ന തോന്നുന്നത്? ഈ പ്രാവശ്യം എൻ്റെ ഇതാണെങ്കിൽ UDF ആണ് വരേണ്ടതാണ്. 10 വർഷം ഒരു ഭരണമാറ്റം നല്ലതാണ്. ആര് വരണം എന്നാണ് ആഗ്രഹം? ഗഫൂർ വരണം എന്നാണ്. തുടർഭരണം മാറണം, മൊത്തത്തിലൊന്നും മാറണ്ടേ? അപ്പൊ പിണറായി ഭരണം കൂടി അപ്പൊ മാറേണ്ടി വരില്ലേ? മൊത്തത്തിലൊരു മാറ്റം വരണം എന്നാണ്. മൊത്തത്തിൽ എങ്ങനെയുണ്ട് ചേട്ടാ ഈ ഒരു 10 വർഷക്കാലത്തെ പിണറായി ഭരണം മൊത്തത്തിലൊന്ന് വിലയിരുത്തുമ്പോ? നമുക്ക് കാണാൻ പറ്റുന്നില്ല, മാജിക് ആണെന്ന് എനിക്ക് തോന്നുന്നു. BJP പിടിക്കും, NDA പിടിക്കും. ആരാണ് സ്ഥാനാർത്ഥി? ദിനു. അപ്പോ ഇവിടെ ഇബ്രാഹിം കുഞ്ഞിന്റെ മകനും രാജീവും രണ്ടുപേരും ശക്തരായിട്ടുള്ള സ്ഥാനാർത്ഥികൾ തന്നെയാണ് വന്നിരിക്കുന്നത്. അതെ, അപ്പൊ ഒരു ത്രികോണ മത്സരം എന്തായാലും നടക്കും. ആരായിരിക്കും? ഗഫൂർ ജയിക്കണം എന്നാണ്. ഇപ്പൊ എങ്ങനെയുണ്ട് പിണറായി ഭരണമൊക്കെ ഒരു 10 വർഷത്തെ? തുടർഭരണം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഒരിക്കലും ഉണ്ടാവില്ല. തീർന്നു, LDF തീർന്നു. എന്തായാലും ഗഫൂർ തന്നെ ഇവിടെ വരും എന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ ഗഫൂർ. പിണറായി ഭരണത്തെ പറ്റിയിട്ട് എന്താണ് ഒരു വിലയിരുത്തൽ? ഭരണത്തോട് താല്പര്യമില്ല. ഇനി തുടർഭരണം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഒരിക്കലും ഉണ്ടാവില്ല. 100 സീറ്റിന് മുകളിൽ നോക്കിയാൽ 100 സീറ്റിന് മുകളിൽ UDF പിടിക്കും. UDF പിടിക്കും, ഉറപ്പാണ്. അബ്ദുൽ ഗഫൂർ തന്നെ ആയിരിക്കും. എങ്ങനെയാണ് ചേട്ടാ മൊത്തത്തിലൊരു പിണറായി ഭരണം ഒരു 10 വർഷക്കാലത്ത് നോക്കി കാണുന്നത്? ജനങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ തന്നെ ഫ്ലെക്സ് ആണ്. പക്ഷെ ഫ്ലെക്സുകൾ പാടില്ലെന്ന് ദേവൻ രാമേന്ദ്രന്റെ വികസനത്തിന്റെ പേരിൽ ഫ്ലെക്സ് മാത്രമേ ഉള്ളൂ. വികസനങ്ങളൊന്നും നമുക്ക് കാണാൻ കിട്ടുന്നില്ല. അത് നമുക്ക് 3D കണ്ണട വെക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. എന്തായാലും മൊത്തത്തിൽ ഗഫൂറിന് അനുകൂലമാണ് ഇവിടെ. ഓക്കെ, ഇബ്രാഹിം കുഞ്ഞിന്റെ പഴയ വിഷയങ്ങളും കാര്യങ്ങളും ഒക്കെ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തെ ഒരുപാട് ക്രൂശിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ ഇപ്പോഴും കുറ്റപത്രം പോലും സമർപ്പിക്കാത്ത ഒരു കേസിന്റെ പേരിൽ അദ്ദേഹത്തെ ഒരുപാട് ഒരു ക്യാൻസർ രോഗി എന്നുള്ള പരിഗണന പോലും കൊടുക്കാണ്ടാണ് അദ്ദേഹത്തെ വേട്ടയാടിയിട്ടുള്ളത്. അപ്പൊ അതിനൊരു പ്രായശ്ചിത്തം കളമശ്ശേരിയിലെ ജനങ്ങൾ ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ എന്തായാലും അതിനൊരു പ്രായശ്ചിത്തം എന്തായാലും ഇവർ ചെയ്യുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അവിടെ കളമശ്ശേരി ആര് പിടിക്കും അച്ഛാ? UDF പിടിക്കും. ഗഫൂർ തന്നെ ആയിരിക്കും. ആയിരിക്കില്ലേ? കളമശ്ശേരി ആര് പിടിക്കും? രാജീവ്. ഗഫൂർ, രാജീവ്. അതെ അതെ, ആശയപരമാണ് കാര്യങ്ങൾ. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെയല്ല. കഴിഞ്ഞ പ്രാവശ്യം ലീഗിൽ തന്നെ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ലീഗുകാർ പകുതി ലീഗുകാർ അടഞ്ഞിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കോൺഗ്രസ്സുകാരും പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് ഇബ്രാഹിമിൻ്റെ മോനായതുകൊണ്ട് ഫസ്റ്റിലത്തെ തെരഞ്ഞെടുപ്പിന് കോൺഗ്രസിൻ്റെ വാർഡ് വേണമെന്നൊരു തർക്കം ഉണ്ടായിരുന്നു. അതുകൊണ്ട് വീണ്ടും നമ്മളെ പരിഹരിച്ച് ഈ പ്രാവശ്യം UDF ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോവാണ്. ലീഗും UDF ഒരുമിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ച് പ്രവർത്തനങ്ങൾ തുടങ്ങി. വാർഡുകളിൽ വാൾ പോസ്റ്റ് ഒട്ടിക്കലും ബാനറുകൾ ഒട്ടിച്ച് തുടങ്ങി ശക്തമായിട്ട് മുന്നോട്ട് പോവുകയാണ്. എന്താ തീർച്ചയായിട്ടും 100 സീറ്റോട് UDF അധികാരത്തിൽ വരും. തുടർഭരണം ഒരിക്കലും ഉണ്ടാവില്ല. കാലകാലങ്ങളിൽ ബംഗാളിൽ 32 വർഷം ഭരിച്ചിട്ട് അവിടെ ഒന്ന് പാർട്ടിക്ക് ഒരു പൊടി കിട്ടാൻ പോലും ആളില്ലാത്ത കണ്ടീഷനായി. കേരളത്തിൽ 5 വർഷം കൂടുമ്പോൾ വീണ്ടും 5 വർഷത്തേക്ക് തുടർഭരണം കൊടുത്തതിൻ്റെ ബുദ്ധിമുട്ട് ഇവിടെ കേരള ജനത അനുഭവിക്കുന്നുണ്ട്. പെൻഷൻ ഇലക്ഷൻ ആയതുകൊണ്ട് 1600 2000 ആക്കിക്കൊണ്ട് കാര്യമില്ല. ജനം ഇവിടെ മനസ്സിലാക്കിയിട്ടുണ്ട്. കേരളത്തിൽ മൊത്തത്തിൽ UDF തരംഗമാണ്. ജനങ്ങൾ മനസ്സിലാക്കിയിരുന്ന കോൺഗ്രസിൽ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാവും. സുധാകരൻ പാർട്ടി വിട്ടു പോകുന്നുള്ളൊക്കെ തീരുമാനം പറഞ്ഞ ആ തീരുമാനത്തിലൊക്കെ പാർട്ടി സുധാകരൻ ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോവുകയാണ്. കണ്ണൂരും എറണാകുളമൊക്കെ ശക്തമായിട്ട് ഞങ്ങൾ തിരിച്ചു. ഉറപ്പായിട്ടും ഉൾപ്പെടെയുള്ളവരുടെ ഇടച്ചില സ്വാഭാവികമാണ്.
ഇവിടെ എല്ലാ നേതാക്കന്മാർക്കും സീറ്റ് കിട്ടണമെന്നുള്ള ആഗ്രഹക്കാരാണ്. സീറ്റ് കിട്ടിയേ പറ്റുമെന്നുള്ള ആഗ്രഹക്കാർ. ഒരു പ്രാവശ്യം 2 പ്രാവശ്യം ജയിച്ചാലും ആളുകൾക്ക് സ്ഥാനം കിട്ടാത്ത ഒരാളും ആഗ്രഹിക്കാത്ത ആളല്ല. ഏത് പാർട്ടിയിലും ആളുകൾ സ്ഥാനം മോഹികളാണ്. അതിലുള്ള അല്ല പ്രശ്നമൊന്നുമില്ല. ഇവിടെ കെ സുധാകരനെ ഇങ്ങനത്തെ രീതിയിൽ ബാക്കിയുള്ളവര് ടാർഗറ്റ് ചെയ്യുമ്പോൾ ഇപ്പുറത്ത് ജി സുധാകരനും ഇതേ പ്രവൃത്തി ചെയ്തിട്ടുണ്ട്. LDF-ലും അല്ല ജി സുധാകരനും ഇപ്പൊ സ്വതന്ത്രമായിട്ട് നിൽക്കുകയാണ്. പുന്നപ്പള്ളിയും സുധാകരനും കെ സുധാകരൻ മാത്രല്ല ചേട്ടാ, ജി സുധാകരനും ജി സുധാകരനും അത് തന്നെയാണ് ചെയ്തത്. CPM സുധാകരൻ അങ്ങനെയാണല്ലോ. അല്ല, അങ്ങനെയല്ല. ജി സുധാകരൻ എന്ന് പറഞ്ഞ പാർട്ടി പാർട്ടി അനുസരിച്ചില്ലല്ലോ. എന്നിട്ട് അതെ UDF-ന്റെ പിന്തുണ അംഗീകരിക്കുന്നുണ്ടല്ലോ അവര്. പിന്തുണ കിട്ടില്ല. UDF-ന്റെ പിന്തുണ വേണമെങ്കിൽ തീർച്ചയായിട്ടും ജി സുധാകരൻ CPM വിട്ടുപോയത് തീർച്ചയായിട്ടും CPM ഭയങ്കര നഷ്ടമായിട്ട് വരും. ജി സുധാകരൻ ഒരു UDF-ന്റെ നേതാക്കന്മാർ പോലും സുധാകരനെ പറ്റി ഒരു കറപ്ഷൻ ഇല്ലാത്ത നല്ലൊരു നേതാവാണ്. UDF-ന്റെ എല്ലാ നേതാക്കളും അന്നും ഇന്നും വിശ്വസിക്കുന്ന ഒരു നേതാവാണ് ജി സുധാകരൻ. ആലപ്പുഴയിൽ ജി സുധാകരൻ പോയി കഴിഞ്ഞാൽ ഗുണം UDF-ന് സീറ്റ് കിട്ടും. കളമശ്ശേരിയിൽ ഉറപ്പായിട്ടും. അപ്പോ കളമശ്ശേരിയിൽ ഹൈബീറിന് കഴിഞ്ഞ പാർലമെന്റിൽ 38,000 വോട്ടിന്റെ ലീഡ് കളമശ്ശേരി കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ അത് തിരിച്ചു പിടിക്കുന്നില്ലെങ്കിലും നമ്മൾ ഭംഗിയായിട്ട് ജയിക്കാനുള്ള സാഹചര്യം നമ്മൾ UDF-നുണ്ട്. കേരളത്തിന് മുമ്പാട് UDF തരംഗമാണ് ആഞ്ഞടിക്കുന്നത്. ഈ കോൺഗ്രസിൽ പ്രശ്നം ഉണ്ടാക്കണം പറഞ്ഞുകൊണ്ട് ലോകമെമ്പാടും പറഞ്ഞിട്ട് ഒരു പ്രശ്നവും കോൺഗ്രസ് നിലവിൽ കോൺഗ്രസിനൊരു പ്രശ്നമില്ല. കാരണം സുധാകരനെ കോൺഗ്രസ് വിട്ടുവരുമെന്നുള്ളൊരു ആഗ്രഹം CPM-നുണ്ടായിരുന്നു, കെ സുധാകരനെ. അപ്പുറത്താണെങ്കിൽ ജി സുധാകരൻ ആലപ്പുഴയിൽ ഭയങ്കര പ്രശ്നമാണ്. ആലപ്പുഴയിൽ ജി സുധാകരൻ LDF വിട്ട് വന്നത് UDF-ന് വളരെയേറെ ഗുണം ആലപ്പുഴയിൽ ചെയ്യും. കഴിഞ്ഞ വർഷം ആലപ്പുഴ എന്ന് പറഞ്ഞാൽ UDF-ന് ഒറ്റ സീറ്റ് ഹരിപ്പാട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അഭിപ്രായം നമ്മൾ ഒരു അതിശക്തമായിട്ട് UDF തരംഗമാണ് അന്വേഷിച്ചിട്ടുണ്ട്. UDF എന്തായാലും തിരിച്ചു വരും. 100 സീറ്റോടി UDF അധികാരത്തിൽ വരുമെന്ന് പ്രഖ്യാപിക്കും. എത്ര വോട്ടിന്റെ ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നുണ്ട് ഇവിടെ? ബ്രാഹിമിന് ഇവിടെ ഒരു 18,000 വോട്ടിന്റെ ഭൂരിപക്ഷം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അബ്ദുൽ ഗഫൂറിന് ഇബ്രാഹിം കുഞ്ഞിന്റെ മോൻ നിലയ്ക്ക് ഇബ്രാഹിം കുഞ്ഞ് ചെയ്തു വെച്ച പാലത്തിന്റെയും റോഡിന്റെയും പണി ഉദ്ദേശിച്ച് ഇബ്രാഹിം കുഞ്ഞിന്റെ മകൻ P ഗഫൂറിന് 18,000 വോട്ടിന്റെ ഭൂരിപക്ഷം കളമശ്ശേരിയിലുണ്ടാവും. ഇപ്പൊ പോലും കുറ്റപത്രം സമർപ്പിക്കാത്ത ഒരു കേസിന്റെ പേരിൽ അദ്ദേഹത്തെ ഒരുപാട് ക്രൂശിച്ചാണ് അദ്ദേഹത്തിന്. പാലാട്ടം പാലം ഇബ്രാഹിം കുഞ്ഞല്ല, പാലാട്ടം പാലം മന്ത്രി എന്ന നിലയ്ക്ക് ഇബ്രാഹിമിനൊന്നും ചെയ്യാൻ കഴിയില്ല. അവിടെ എഞ്ചിനീയർമാരായിട്ട് വോട്ട് ചെയ്ത് വർക്ക് നടത്തേണ്ടായിരുന്നു. ഇബ്രാഹിം കുഞ്ഞ് അഡ്വാൻസ് പൈസ ഇബ്രാഹിം കുഞ്ഞ് ഒരു പൈസ പോകുമ്പോൾ കോൺട്രാക്ട് കൊടുത്തെന്നുള്ള തെറ്റ് മാത്രമേ ഇബ്രാഹിം കുഞ്ഞ് ഉണ്ടാവുള്ളൂ. ഇബ്രാഹിമിന് അന്ന് പറഞ്ഞാണ് ഈ പാലത്തിൻ്റെ മുകളിൽ ഭാരം കയറ്റി വെക്കും. ഭാരം കയറ്റിയിട്ട് പാലത്തിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ കുറ്റപത്രം സമർപ്പിക്കാം. ഒരാവശ്യമില്ലാതെ പാലത്തിന് കുറ്റപത്രം സമർപ്പിച്ച് രോഗിയാക്കി തീർത്തത് ഇവിടുത്തെ CPM. അതിൻ്റെ പകുതി പങ്ക് രാജീവിനും സിക്കർ ഹുസൈനും ഉണ്ട് ഇവിടുത്തെ. തീർച്ചയായിട്ടും കളമശ്ശേരിയിൽ UDF-ന് അനുകൂലമായിട്ട് കിട്ടും. ആ ഇബ്രാഹിം കുഞ്ഞിനെ ഓർക്കാത്തവർ ആരുമില്ല. ഇബ്രാഹിം കുഞ്ഞ് ചെയ്ത പാലങ്ങളും ഇന്നും ഗ്ലാസ് ഫാക്ടറി റോഡിൽ 10 വർഷം മുമ്പുള്ള റോഡ് ഇന്നും ഒരു കംപ്ലൈന്റ് ഇല്ലാതെ കിടക്കുന്നുണ്ട്. അല്ല, റോഡ് പൊളിഞ്ഞത് ഇബ്രാഹിം കുഞ്ഞിന്റെ തലയിൽ വെച്ചവർ കോട്ടയം മെഡിക്കൽ കോളേജ് പൊളിഞ്ഞത് വീണ ജോർജിന്റെ തലയിൽ വെക്കാൻ സമ്മതിക്കുന്നില്ല. അതെ, ഇബ്രാഹിം കുഞ്ഞിന്റെ പാലം പൊളിഞ്ഞ് കഴിഞ്ഞ പിന്നെ ഈ ഭരണം അധികാരത്തിൽ ഈ പിണറായിയുടെ മരുമോൻ പാലം പറഞ്ഞ് 18 പാലം പൊളിഞ്ഞിട്ട് ഇവിടെ ആർക്കും ഒരു പ്രശ്നം ഉണ്ടായില്ല. വീണ ജോർജ് മെഡിക്കൽ കോളേജിൽ ആലപ്പുഴയിൽ കത്രിക വയറ്റി പോയ പ്രശ്നങ്ങളുണ്ട്. ഒരു മെഡിക്കൽ കോളേജ് ഇടിഞ്ഞു വീണ പ്രശ്നങ്ങളുണ്ട്. അതൊന്നും ഇവിടെ ആർക്കും ചോദ്യം ചെയ്യാൻ തരില്ല. CPM എന്ത് ചെയ്താലും അവർ ന്യായീകരിച്ചുകൊണ്ടിരിക്കും. UDF-ന് എന്തെങ്കിലും ചെറിയതിനെ പൊക്കി പിടിച്ച് സംസാരിക്കുന്നു. 2000 രൂപ പെൻഷൻ ഇപ്പൊ അടുത്ത് വന്നൊരു 400 രൂപ അങ്ങ് കൂട്ടിയിട്ടുണ്ട്. ഈ ഇലക്ഷൻ അടുക്കുമ്പോൾ മാത്രമുള്ള ഈ കൂട്ടലിനെ എങ്ങനെയാ നോക്കി കാണുന്നത്? വരും കഴിഞ്ഞ പ്രാവശ്യം അവർ കിറ്റും കൊടുത്ത് ശരിക്കും 10 വർഷം ഭരണകൂടം ഉണ്ടായിട്ടില്ല. ഫസ്റ്റിലെ ഓഗി ദുരന്തം, വെള്ളപ്പൊക്കം, കൊറോണ, അങ്ങനെ 5 വർഷം പോയി. അതിൻ്റെ പൈസ ആളുകളുടെ കമ്മലാണെങ്കിലും ആട് വിറ്റാണെങ്കിലും കാശ് കംപ്ലീറ്റ് പിണറായിയുടെ ഗവൺമെൻറ്റിലേക്ക് വന്നു. ആ കാശെടുത്തിട്ട് ആളുകൾക്ക് കിറ്റും വെച്ച് പെൻഷനും കൂട്ടിയപ്പോൾ പാവപ്പെട്ട വൃദ്ധന്മാർ വിചാരിച്ച് ഇത് ചെയ്യുന്ന സ്വർഗം എന്നുള്ളതിൽ ആളുകൾ വോട്ട് ചെയ്ത് അതിപ്പോൾ ഇന്ന് പ്രായച്ചിത്തം ചെയ്തുകൊണ്ടിരിക്കും. ഈ പ്രാവശ്യം 1600 പെൻഷൻ ഇലക്ഷനോടനുബന്ധിച്ച് കൊടുത്ത 400 രൂപ കൂട്ടിലാണ്. അതുകൊണ്ടാണ് ആളുകൾ അത് വിലപ്പോകില്ല. അത് കഴിഞ്ഞിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടത്തിയ തെരഞ്ഞെടുപ്പിലും ഈ കേരളം മുമ്പാടും തൂത്തുവാരിയ ഒരു തെരഞ്ഞെടുപ്പാണിത്. കളമശ്ശേരിയിൽ 32 സീറ്റോട് ഐക്യജനാധിപത്യത്തിന് ജമാൽ മണക്കാട് ഭരിക്കുകയാണ്. റിബലുകൾ പോലും ഉണ്ടായിട്ട് 32 സീറ്റ് UDF-നോട് പിടിക്കാൻ പറ്റും. ഞാനൊരു 40 കൊല്ലോട്ട് കമ്മ്യൂണിസ്റ്റുകാരനാണ്. പക്ഷെ ഞാനിപ്പോൾ ഈ ഒരു 40 കൊല്ലം കഴിഞ്ഞിട്ട് ഇന്ന് വരെ ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിച്ചിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു കാര്യം ചെന്ന് പറയുമ്പോൾ ഈ കമ്മ്യൂണിസ്റ്റുകാർക്കോ ഇവർക്കോ ഒന്നിനൊരു താല്പര്യമില്ല. നമ്മൾ 40 കൊല്ലോട്ട് ആ പാർട്ടിക്ക് വേണ്ടി
ചങ്കും ചോരയും അതുപോലെ എൻ്റെയൊക്കെ അമ്മ പാടത്ത് പണിയെടുക്കണതിന് 16 വയസ്സ് മുതൽ ഞാൻ ഈ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. നമ്മുടെ ഒരു കാര്യം ഈ കമ്മ്യൂണിസ്റ്റുകാർ ഇന്ന് നേരം ചെയ്തു തന്നിട്ടില്ല. നമ്മൊരു കാര്യം എന്ന് പറയുമ്പോൾ അവിടെ ചെല്ലും, ആ പാർട്ടിക്കാരുടെ അടുത്ത് തല്ലി, ഈ പാർട്ടിക്കാരുടെ അടുത്ത് തല്ലി. അത് ശരിയല്ലല്ലോ. നമ്മുടെ ഇന്നത്തെ പഴയ തലമുറയിലുള്ള ആൾക്കാർ ഇന്ന് അവഗണിച്ചുകൊണ്ട് പുതിയ തലമുറയിലെ ആൾക്കാരെ ഇവിടെ കൊണ്ടുവന്ന് പാർട്ടിയിൽ കൊടുക്കണത് അതൊരിക്കലും ശരിയല്ലാത്തൊരു പ്രവർത്തനം. ഞാനൊക്കെ പഴയ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. ഇന്നത്തെ പ്രവൃത്തിയും അന്നത്തെ പ്രവൃത്തിയും വ്യത്യാസങ്ങളുണ്ട്. കാരണം അന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ടിക്ക് വേണ്ടി ജീവൻ വരെ മുടക്കിയ ആൾക്കാർ ഇന്ന് ഒന്നും അല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം. അപ്പം നമ്മളതല്ല. നമ്മളെന്ന് വെച്ചാൽ നമ്മളൊരു ഇത്രയും കാലം നമ്മൾ പ്രവർത്തിച്ച ആ പാർട്ടി നമ്മൾ ഈ നാടിന് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. നമ്മുടെ ഒരു ആവശ്യം ചെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കൊച്ചിൻ്റെ ആവശ്യങ്ങൾ മെഡിക്കൽ കോളേജിൽ ചെന്ന്, പക്ഷേ അവരുടെ പാർട്ടിയിലെ ആൾക്കാർക്ക് മുഴുവനും മെഡിക്കൽ കോളേജിൽ ജോലിയുണ്ട്. എൻ്റെ മോക്ക് ഒരു നഴ്സിംഗ് പഠിച്ചിട്ട് ഒരു കൊല്ലം അതിനു വേണ്ടി ബാംഗ്ലൂർ വന്നപ്പോൾ അവർ ബാംഗ്ലൂരിൽ പഠിച്ചാണ് അത് ചെയ്യാൻ പറ്റും. അത് ഇവിടെ ഒന്നുമില്ലാത്ത ആൾക്കാർ മുഴുവനും അവർക്കൊക്കെ ജോലി അവിടെ. നമ്മളത് ചെയ്യണതിലല്ല, നമുക്കതൊരു വിഷമമാണ്. നമ്മളാ പാർട്ടിയിൽ ഇത്രയും കല്ല് ഞാനിവിടെ വന്നിട്ടും പാർട്ടിയിലൊരു 8-9 കൊല്ലം വരെ ഞാനിവിടെ പ്രവർത്തിച്ച ഒരാളാണ്. പക്ഷെ നമുക്ക് ഇങ്ങനെ ചെയ്തു തരുമ്പോൾ നമുക്കത് വിഷമമുണ്ടാകും. അത് ഏത് കമ്മ്യൂണിസ്റ്റുകാരനുണ്ട്. ഇപ്പം ഇന്നത്തെ ഈ കമ്മ്യൂണിസ്റ്റ് ഭരണം പിണറായിൻ്റെ ഭരണമില്ലേ നമുക്കൊന്നും ഒരിക്കലും ഉൾക്കൊള്ളാൻ കൊള്ളില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് ഇന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിൻവാതിൽ നിയമങ്ങളാണ്. അല്ലാണ്ട് നമ്മുടെ ഈ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്കല്ല കൊടുക്കുന്നത്. അവരുടെ ആൾക്കാർക്ക് വേണ്ടി മാത്രമായിട്ട് ജോലി കൊടുക്കുകയാണ്. നമ്മൾ അതിനകത്ത് കൊടിയും പിടിച്ച് തല്ലും കൊണ്ട് നടന്നിട്ട് എന്ത് കാര്യം? സാധാരണക്കാരനെ മതി. അവരുടെ ആൾക്കാർക്ക് മുഴുവനും ജോലി. നമ്മളത് പ്രതികരിക്കും. മാറ്റം വന്നാലേ നാട് നന്നാവുള്ളൂ. BJP വന്നാലല്ല കോൺഗ്രസ്. എനിക്ക് ഒരു കാര്യത്തിന് ഇത് പറയണേ, മോഡി സർക്കാരിന് ഭരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിഷ്ടമുള്ള ഭരണം. കേരളത്തിൽ BJP അധികാരത്തിൽ വരുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ അധികാരത്തിൽ വരുന്നില്ല. കാരണം എന്താണ്? അവർ ഈ നമ്മുടെ ക്രിസ്ത്യൻ സഭകളും എല്ലാ സഭകളും അവരവിടെ ചെയ്തു കൂട്ടണത് നമ്മുടെ ഈ കേരളത്തിലെ ആൾക്കാർ. പക്ഷെ കേരളത്തിലെ ആൾക്കാർക്ക് വിവരവും വിദ്യാഭ്യാസവും ഉണ്ട് ഇല്ലേ? അവരത് അറിഞ്ഞൊന്നും വോട്ട് ചെയ്യുള്ളൂ. അല്ലാതെ BJP കൂടെ കേരളത്തിൽ വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ആളല്ല. കാരണം വരണമെന്ന് തന്നെ ആഗ്രഹിക്കുക. പക്ഷെ മോഡി പറഞ്ഞത് എനിക്ക് ഇഷ്ടമുള്ളൊരു ഭരണം. ഒരു ഏറ്റവും ഒരു കാര്യം കോൺഗ്രസിൻ്റെ മെയിനായിട്ടുള്ളത് രാജീവ് ഗാന്ധി. അതൊരു നല്ലൊരു മെമ്പറാണ്. അത് രാഹുൽ ഗാന്ധി നല്ല ക്യാൻഡിഡേറ്റാണ്. പക്ഷെ അയാൾ നാടിന് വേണ്ടിയാണ് അത് പറയണത്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വർഗീയത ഒരാൾക്കാർക്ക് വേണ്ടി അത് ഈ മതങ്ങൾ നമ്മളെ പിന്നിലടിപ്പിക്കരുത്. നമ്മൾ മതങ്ങളല്ല, നമ്മളെല്ലാവരും ഒന്നാണെന്നുള്ള ചിന്ത നമുക്ക് വേണം. അത് BJPക്കാർക്ക് ഉണ്ട്. അത് കേരളത്തിൽ വില പോകില്ല. അത് തന്നെ ഒരു കാര്യം പറയും. BJP ഇവിടെ ഇത് കേരളത്തിൽ വരില്ല. ഈ അന്യ സംസ്ഥാനങ്ങളുടെ ക്രിസ്ത്യാനികൾ, കന്യാസ്ത്രീമാർ, ഞാൻ ക്രിസ്ത്യനാണ്. പക്ഷെ നമ്മളതൊക്കെ നമ്മൾ ചിന്തിക്കണം. എല്ലാവരും മനുഷ്യന്മാരാണ്. മനുഷ്യരാണ്. നമ്മളെല്ലാവരും ഒരേ മതം. ഇവിടെ ഇന്ത്യക്കാരും ഒന്ന് താമസിക്കുന്നുണ്ട്. ഈ കേരളത്തിൽ നിന്ന് എല്ലാവരും അന്യനാണ്. പക്ഷെ എൻ്റെ കൂടെ പണിയുന്ന ആൾക്കാർ മുഴുവൻ ഇന്ത്യക്കാരാണ്. പക്ഷെ അവരൊക്കെ നമ്മളോട് അവരിന്ന ആ നാടാണ്, തമിഴാണ്, ഇന്ത്യക്കാരാണ്. അങ്ങനെയല്ല, നമ്മുടെ എല്ലാവരും ഇന്ത്യക്കാരാണ്. നമ്മൾ അതേപോലെ എല്ലാവരുമായിട്ട് ഒരുമിച്ച് പോണ ഒരു ജീവിതമാണ്. അതാണ് കളമശ്ശേരിയിലാണോ ചേട്ടന് വോട്ട്? രാജീവിനെ കുറിച്ച് നമുക്കൊരു വലിയ നല്ലൊരു അഭിപ്രായം ഇല്ലെന്നല്ല, നല്ല അഭിപ്രായമുണ്ട്. പക്ഷെ നമ്മുടെ ഈ സമൂഹത്തിൽ അവരുടെ പാർട്ടിയിലെ അണികളിലില്ലേ നമുക്കൊരു കാര്യം ചെയ്തു തന്നില്ല. അതാണ് നമ്മൾ പറഞ്ഞത്. അല്ല രാജീവ് നമുക്കൊന്നും ചെയ്തു തന്നില്ലെന്നല്ല പറഞ്ഞത്. നമുക്കൊന്നും ചെയ്തു തന്നില്ല. പക്ഷെ അത് ചെയ്തു തരാൻ അയാൾക്ക് താല്പര്യമുണ്ടെങ്കിലും ഇവിടെ അണികൾക്ക് അത് താല്പര്യമില്ല. അതായത് നേതാക്കന്മാരെ കാണണമെങ്കിൽ പലരെയും നമ്മൾ സ്റ്റെപ്പ് ആയിട്ട് പോയി കണ്ട് രാജാവിനെ കാണും പോലെ നമ്മൾ നോക്കി എന്താ അതവിടെ ചെല്ലി. ഇനി ഞാൻ എൻ്റെ മോക്കടെ കാര്യം പറഞ്ഞു. ഞാൻ 3 സ്ഥലത്താണ് പോയത്. ഡോക്ടർ അവിടെ അത് ഈ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ഇങ്ങനെ ആളെ ആക്കണത് പാർട്ടിയുടെ ആൾക്കാരാണ്. ആ പാർട്ടിയുടെ ആൾക്കാരോട് ഞാൻ കാല് പിടിച്ചു. എനിക്ക് മോക്ക് 1 വർഷത്തെ അവിടെ ഒരു ട്രെയിനിങ് മാത്രം മതി, വേറൊന്നും വേണ്ട. അവിടെ ചെന്ന് കൊച്ചു പോയി. അതെല്ലാം ഇല്ല, കിട്ടിയില്ല. ചോദിച്ചപ്പോൾ എന്നാൽ കിട്ടിയില്ലെന്ന് ചോദിക്കണം. നമ്മളത് പ്രതികരിക്കും. ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസ്സുകാരനാണെങ്കിലും ഞാൻ ഏത് തെറ്റുകാരനും പ്രതികരിക്കുന്ന ഒരാളാണ്.